ഈ പഴകുളം മധു ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ പല ആരോപണങ്ങളും സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അത് ഉന്നയിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറം ശബരിമലയിൽ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയ വസ്തുക്കൾ അത് തിരികെ അതേ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. അതിന് സംവിധാനങ്ങൾക്കും സത്യത്തിൽ ഉത്തരവുണ്ടോ എന്നറിയില്ല. കാരണം ഒരുപക്ഷെ ഇത് ഒരുക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു തരത്തിലും തിരികെ കിട്ടാൻ കഴിയാത്ത, നേരത്തെ മഹേഷ് പണിക്കരൊക്കെ സൂചിപ്പിച്ച പോലെ അങ്ങനെ വിദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം, അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിലവിലെ SITയുടെ ഒരു അധികാരപരിധിയിൽ തന്നെ ഇത് നിൽക്കുമോ എന്ന് പോലും സംശയം ഉണർത്തുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ തിരികെ കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ എവിടെ ഇരിക്കുന്നോ അവരിലേക്കൊക്കെ SITക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ നമുക്ക് പുലർത്താമോ? ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ഒക്കെ മാറ്റി നിർത്തി വലിയൊരു അധികാരമോ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക സംഘമോ ഒക്കെ ഭാവിയിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടി വരുമോ? ഇല്ല, ഇതിനൊരു രാഷ്ട്രീയ മാനം എന്തായാലും ഉണ്ട്. കാരണം അധികാരത്തിലിരിക്കുന്നവരുടെ പിൻബലത്തോടു കൂടിയാണ് ഇതൊക്കെ നടന്നത്. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ നേരത്തെയും ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ ഉണ്ടായിട്ടുണ്ട്. EMSഉം നയനാരും അച്യുതാനന്ദനും ഒക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി. കാലങ്ങളായി ദേവസ്വം ബോർഡുകളിൽ എന്താണ് ഞങ്ങൾ ഈ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന, ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു ക്ഷേത്രം, എറണാകുളം, കോഴിക്കോട്, അങ്ങനെ പലയിടങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ചെറുത്, ഇപ്പോൾ 2 പവനായിക്കോട്ടെ 5 പവനായിക്കോട്ടെ കാണാതെ പോയത് എലി എടുത്തുകൊണ്ട് പോയി കിരീടം എന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട്. അപ്പോൾ അങ്ങനെ കാലങ്ങളായി നടന്നു വരുന്നത്. അതിപ്പോൾ ആര് ഭരിച്ചാലും ദേവസ്വം ബോർഡുകൾ കുറേ പേർക്ക് കൈയിട്ട് വാരാനുള്ളത്, കുറേ വിശ്വാസികൾ ഇങ്ങനെ വിശ്വാസപൂർവ്വം അവിടെ പണം നൽകും, വഴിപാടുകൾ നേരും. അത് കുറേ വിശ്വാസികൾ തന്നെയാണ്. ഇപ്പോൾ ഈ കള്ളത്തനം ചെയ്യുന്നവരെയൊന്നും നമുക്കൊരു വിശ്വാസി എന്ന് പറയാൻ കഴിയില്ല. വിശ്വാസം എന്നാൽ സത്യത്തെയാണല്ലോ വിശ്വസിക്കുന്നത്. ദൈവം ഏതുമാവട്ടെ സത്യത്തെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളൊരു കള്ളത്തരം ചെയ്താൽ പിന്നെ അവരെ വിശ്വാസിയായിട്ട് കൂട്ടാൻ കഴിയില്ല. അത് ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ഏത് ഉദ്യോഗസ്ഥനായാലും. അപ്പോൾ അത് കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഒരു ഖജനാവ് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും തുല്യ പങ്കാളിത്തമുണ്ട്. ഇതിങ്ങനെയല്ല ഈ ദേവസ്വം ബോർഡ് സംവിധാനങ്ങളിൽ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകേണ്ടതെന്ന് എല്ലാ പാർട്ടികളും ചിന്തിക്കണമായിരുന്നു, ഭരിച്ച എല്ലാവരും. ദിവിഷേ, താങ്കൾ എത്ര നിസ്സാരമായിട്ടാണ് ഇതിനെ അതിന്റെ പഴയകാല ചരിത്രങ്ങൾ ദേവസ്വം ബോർഡിൽ ഞാൻ നിസ്സാരമായി പറഞ്ഞത്. ഞാൻ അത്ര ഗുരുതരമായ കൊള്ള പതിറ്റാണ്ടുകളായി നടന്നിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് അതിലും വലിയ കൊള്ളയെ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ശബരിമല എന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ആ കൊള്ള നടന്നു വന്നത് വേദനയോടെ എനിക്കും പറയാൻ കഴിയും. അല്ല, ദേവസ്വം ബോർഡില് അംഗമാകാൻ പലരും ആഗ്രഹിക്കുന്നത് ഈ കൊള്ളയെ കണ്ടിട്ടാണ്. അതെ അതെ. അവിടെ എന്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് ഇത്രയും വലിയ തിരക്ക് ഉദ്യോഗസ്ഥന്മാരാകാൻ? ഇതിന് കൊള്ളയാണ്. ആ കൊള്ള നടക്കുന്നുണ്ട്, അതൊക്കെ സത്യവുമാണ്. എല്ലാ കാലത്തും ചെറുതും വലുതുമായിട്ടുള്ള മോഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, അവിടെ പല വിധത്തിൽ നടക്കുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. അത് ദേവസ്വം ക്ഷേത്രങ്ങളിലെല്ലാം ഇത് ഒരുപക്ഷെ കാണും. അതൊന്നും ആരുടെയും തെറ്റല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം തെറ്റുമല്ല. എന്നാൽ ഈ പ്രത്യേക സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോയാൽ നിങ്ങൾ ഈ കേസ് എങ്ങും എത്തില്ല. ഇതിൽ പിടിക്കപ്പെടേണ്ടവർ ഇനി ആരാണ്? അവർക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണം ഉപേക്ഷിക്കാനായും തയ്യാറാകണം. ഈ 2 സമുന്നതരായ CPM പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കേസിൽ പിടിക്കപ്പെട്ട അറസ്റ്റിലായിട്ട് ആ പാർട്ടിക്കൊരു കൂസലുമില്ല. അവർ പറയുന്നത് അവധാനതയില്ലായ്മയെന്നും അവർ പറയുന്നത് ജാഗ്രത കുറവെന്നുമാണ് അവർ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നടപടിയെടുത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നടപടിയെടുക്കാൻ കഴിയുമോ എന്നാണ് താങ്കൾ എപ്പോഴും ദിവിഷേ, താങ്കൾ എപ്പോഴും ആരോപണം മാത്രമല്ല, താങ്കൾ എപ്പോഴും ഇങ്ങനെ ഇടപെട്ടാൽ ഈ ചർച്ച താങ്കൾക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് ഇടപെട്ടല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിവിടെ പറയാൻ കഴിയില്ല. ഞാൻ ഇടപെട്ടല്ല, അങ്ങ് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ, ഇല്ല, പ്രബലരായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ 2 പേർ, അവർ സമുന്നതരായ CPM നേതാക്കന്മാർ, അവർ കേസിൽ പിടിക്കപ്പെട്ടിട്ട് അവർക്കെതിരായി ഇതുവരെ ഒരു നടപടിയെടുക്കാൻ, ഒരു മോഷണ കേസിലാണ് പിടിക്കപ്പെട്ടത്, ഒരു നടപടിയെടുക്കാൻ ഈ സംസ്ഥാനത്തെ ഭരണകക്ഷി തയ്യാറായിട്ടില്ല. നിങ്ങൾ ഓർക്കണം എന്തുകൊണ്ടാണത്? ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്നു. നാളെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ജനങ്ങളെ ഭയമില്ല. ആ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പാർട്ടിക്കെതിരാകുമെന്ന് ഭയമില്ല. അപ്പൊ എന്തായിരിക്കണം അവരുടെ ഭയം? ഇവർ ഇനി പറയാൻ പോകുന്ന പേരുകളിലാവണം ഭയം. അത് ഉന്നതന്മാരുടെ പേരുകളായിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്, ഈ സംഭവത്തിന് രാഷ്ട്രീയ മാനമുണ്ട്. ഇത് അവധാനതയില്ലായ്മയാണോ?
എന്റെയോ നിങ്ങളുടെ വീട്ടിൽ കയറി ഒരു മോഷണം നടത്തി 1 പവൻ സ്വർണം അപഹരിച്ചുകൊണ്ട് പോയാൽ ആ മോഷ്ടാവൻ നമ്മൾ അവധാനതയില്ലാത്ത ആളെന്നാണോ പറയുന്നത്? ജാഗ്രത കുറവുകാരൻ എന്നാണോ പറയുന്നത്? എന്തു മര്യാദകേടാണ് കേരളത്തിലെ ഭരണകക്ഷി പാർട്ടി പറയുന്നത്? ഇവർ പറയുന്നതെല്ലാം വിഴുങ്ങിട്ട് പോകണമെന്നാണോ? ഈ കൊള്ള മുഴുവൻ നടന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമ്പർല ഉണ്ടായതുകൊണ്ടാണ്, സംരക്ഷണം ഉള്ളതുകൊണ്ടാണ്. അവർ ഇതേ നീചമായ നിരവധി പ്രവർത്തികൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത്, ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് 2019 ചെയ്ത അതേ കുറ്റം ദേവസ്വം മാനുവലിൽ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അത് ചുമതലപ്പെടുത്താനും എന്തുകൊണ്ടാണ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചത്? എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുന്നില്ല? അയാൾ വേണ്ടപ്പെട്ടവരാണ് ഈ സംസ്ഥാനത്തെ പാർട്ടിക്ക്. അല്ലാതെ ഒരു SIT വന്ന് അവിടെ ഇവിടെയും കറങ്ങി നടന്നാൽ ഈ കേസ് പിടിക്കപ്പെടില്ല. അന്താരാഷ്ട്ര മാനമുള്ള കേസാണെങ്കിൽ ഇത് കേരളത്തിൽ മറുപടിയിലേക്ക് പോവുകയാണ്. ശ്രീ പ്രിയദർശൻ തമ്പിയിലേക്ക്